ശ്രീ ആന്റണി രാജു. സർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ഐതിഹ്യപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ക്ഷേത്രമാണ് സർ തിരുവനന്തപുരത്തെ വലിയശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രം. സർ, 1500ഓളം വർഷത്തിൽ പരം പഴക്കമുള്ള ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ വലിയശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രം. സർ, നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകൾക്ക് സമാനതയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രസിദ്ധമായ വേദപാഠശാലയായ കാന്തല്ലൂർ ശാല ഇവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. സർ, അങ്ങനെ ചരിത്രപരമായി നോക്കുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ വലിയശാല കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രം. സർ, തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 20ഓളം പൗരാണിക ക്ഷേത്രങ്ങൾ പഴമയുടെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് പുനരുദ്ധരിക്കുന്നതിനായി തയ്യാറാക്കിയ പട്ടികയിൽ സർ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തി കാണുന്നില്ല. സർ, എൻ്റെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ മൂലം ഈ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണോ? ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള 1250 ക്ഷേത്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും പുരാതനവും പൗരാണികവുമായ ക്ഷേത്രങ്ങളാണ്. മേൽപ്പടി ക്ഷേത്രങ്ങളിലെല്ലാം യഥാസമയം നവീകരണവും പുനരുദ്ധാരണവും നടത്തേണ്ടത് അനിവാര്യമാണ്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എല്ലാ ക്ഷേത്രങ്ങളുടെയും നവീകരണം പ്രയാസമാണ്. ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ കോർത്തിണക്കി തീർത്ഥാടക സൗഹൃദ സമീപനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പാക്കി വരുന്ന തീർത്ഥാടന ടൂറിസം പദ്ധതിയാണ് പ്രസാദ്. മേൽപ്പടി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 12 നഗരങ്ങളെ ഉൾപ്പെടുത്തി നടപടികൾ സ്വീകരിച്ചു വരുന്നു. മേൽപ്പടി പദ്ധതിയിൽ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തെ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറിൽ നിന്നും കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാലുടൻ കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രത്തെ പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്താമോ എന്ന് പരിശോധിക്കുന്നതാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്.